സോ ഹായ് ഓൾ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, HTML CSS JavaScript ഇതിൻ്റെ ട്യൂട്ടോറിയൽ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്, HTML സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ HTML എന്ന് വെച്ചാൽ എന്താണ്? അതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ നമ്മൾ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇത് ബേസിക്കലി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഒരു വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിലുള്ള കണ്ടന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ HTML യൂസ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ വെബ്സൈറ്റ്, ഗൂഗിളിന്റെ ഇമേജ്, അടിയിലുള്ള ഇൻപുട്ട് ടെക്സ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ബേസിക്കലി എന്തൊക്കെ ഒരു വെബ്സൈറ്റിൽ വേണം എന്ന് കാണിക്കാൻ ഒരു സ്ട്രക്ചറൽ എലമെന്റ്സ് എല്ലാം നമ്മൾ കൊണ്ടുവരുന്നത് HTML വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഒരു HTML ബേസിക്കലി എങ്ങനെയാണ് അടിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്ത് ഒരു ഫോൾഡർ ഉണ്ടാക്കി, ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇനി ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം, എൻ്റെ ഒരു പേര് ജസ്റ്റ് ഷോ മോർ ഓപ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, റീനെയിം ചെയ്തിട്ട് HTML എന്ന് അടിച്ചു. ഓക്കെ, നമ്മൾ VS കോഡ് എന്ന് പറഞ്ഞ ഐഡി ഉപയോഗിക്കണം. എന്തിനാ VS കോഡ് ഉപയോഗിക്കണം? അതൊരു ഫ്രീ ആണ്, മാത്രമല്ല മച്ച് മോർ സിംപ്ലർ ആണ്. ഇഷ്ടംപോലെ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കോഡ് അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് നമ്മളിവിടെ ചെയ്യണത്. അതിന്റെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇതാണ് VS കോഡിൽ ഓപ്പൺ ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി VS കോഡിൽ ഓപ്പൺ ചെയ്ത് ഇപ്പൊ ആ ഫോൾഡർ നമുക്ക് ഇവിടെ കാണാം, HTML എന്ന് പറഞ്ഞ ഫോൾഡർ. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ VS കോഡിൽ തന്നെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, ഇവിടെ പൊക്കത്ത് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണതാണ്. ഓക്കെ, നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. ഇനി index.html എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ HTML ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു HTML ഡോക്യുമെന്റ് ഉണ്ടാക്കി. ഇനി ഇതിന്റെ ബേസിക് സ്ട്രക്ചർ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കണ്ടന്റ്സ് കാണിക്കാനാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ബേസിക്കലി ഒരു കണ്ടന്റ് ഇതിന്റെ അടിക്കുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നോർമലി ആദ്യം വരുന്ന ഇവിടെ നമുക്ക് സംഭവങ്ങളാണ്. ഒന്നാമത്തെ വരുന്ന HTML സാധനമാണ് ടാഗ്. അപ്പൊ ബേസിക്കലി ഒരു ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാഗിന്റെ അകത്ത് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ടൊരു മീനിങ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാഗുകൾ ഉണ്ട് ഓരോ പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഹെഡ് ടാഗ് ആണെങ്കിൽ നമ്മൾ ഒരു വെബ്സൈറ്റിന്റെ തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ക്രോം എടുത്തിട്ട് നമുക്ക് VS കോഡിൽ അറിയാലോ എങ്ങനെ നമ്മൾ ഒരു HTML സൈറ്റ് റൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സെർവർ എന്നുള്ള എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഇനി എക്സ്റ്റൻഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് എക്സ്റ്റൻഷൻസ്, എന്തൊക്കെ എക്സ്റ്റൻഷൻസ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ലൈവ് സെർവർ ഓൺ ആക്കിയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ടോപ്പിൽ നമുക്ക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ വെബ്സൈറ്റിന്റെ തന്നെ ഹെഡ് സെക്ഷൻ. ഓക്കെ, ഹെഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൽ കാണാവുന്ന ടോപ്പിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ്. കോഡിനെടുത്തേ, കോഡിന്റെ അത് ഇവിടെ കൊടുത്താണ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗിന്റെ അത് ഡോക്യുമെന്റ്. അപ്പൊ ബേസിക്കലി ഒരു ടാഗ് എന്ന് പറഞ്ഞാൽ ടാഗിന്റെ അകത്ത് എന്തെങ്കിലും സാധനം കൊടുത്താൽ സ്പെഷ്യൽ ആയിട്ടൊരു മീനിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ടാഗുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യം ഉപയോഗിച്ചതെന്ന് വെച്ചാൽ എക്സ്ക്ലമേഷൻ, ഷിഫ്റ്റ് ആക്കി 1 ഞെക്കി എക്സ്ക്ലമേഷൻ വരും. നേരെ നമ്മൾ എക്സ്ക്ലമേഷൻ കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ HTML ടാഗുകൾ വന്നു. ഇനി നമുക്ക് നോർമൽ HTML അടിച്ചും വരാം, പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ മുതൽ ഇപ്പൊ ഏറ്റവും പുറത്ത് കൊടുത്തേക്കുന്ന ഡോക്ക് ടൈപ്പ് HTML എന്നുള്ളത്, ഇത് ബേസിക്കലി HTML5 ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന HTML5 ആണ്, ജനറേഷൻ 5. അപ്പൊ അതാണെന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് HTML ടാഗ്. നോർമലി ഏത് HTML എഴുതിയാലും അത് ഓപ്പൺ ചെയ്യണത് HTML എന്ന ടാഗിലും ക്ലോസ് ചെയ്യണത് ക്ലോസിംഗ് ടാഗിലാണ്. അതെ, ഇനി ഇതില്ലാത്തത് കൊണ്ട് അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ HTML എന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് എന്തുണ്ട് കണ്ട, അതിന്റെ ഇതായിട്ടുള്ള ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ചെയ്യണത് ആംഗിൾ ബ്രാക്കറ്റ് ഇട്ട് HTML എന്നാണെങ്കിൽ ക്ലോസ് ചെയ്യണത് ആംഗിൾ ബ്രാക്കറ്റ് സ്ലാഷ് ഇട്ടിട്ട് HTML. ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യണ ഒരു ടാഗ്. അപ്പൊ എല്ലാം നമ്മൾ HTML അകത്തായിരിക്കും എഴുതാനുണ്ടാവും. അതിന്റെ രണ്ട് മെയിൻ 2 പാർട്ടാണ്, ഒന്ന് ഹെഡും പിന്നെ ഒന്ന് ബോഡി. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വെബ്സൈറ്റിന്റെ ഈ ടോപ്പിലുള്ള സെക്ഷൻ ഹെഡ് ആണെങ്കിൽ ഈ വൈറ്റ് സ്ക്രീനില് എന്ന് വെച്ചാൽ കണ്ടന്റ് അടിക്കുന്ന സ്ഥലം, അതാണ് ബോഡി. അപ്പൊ നമുക്ക് ബോഡിയിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം അടിച്ച്, ജസ്റ്റ് ഇപ്പൊ ഒരു എന്തെങ്കിലും ഹായ് അടിച്ച് റീലോഡ് ചെയ്തു, ഹായ് എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി. ഇപ്പൊ ബോഡി എന്ന് പറഞ്ഞ ഈ വൈറ്റ് സ്ക്രീനിൽ എന്താണ് വരേണ്ടതെന്ന് നോക്കുന്നു. ഈ ബ്ലാക്ക് കളറിൽ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഒരു വെബ്സൈറ്റിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ എഴുതണത്. ഇപ്പൊ പൊക്കത്ത് എന്ത് വരണം, എന്തൊക്കെ അത്. ഇവിടെ നമ്മൾ ഗ്ലോബിന്റെ പടം കാണാൻ വേണ്ടേ, എന്താ പറയാ, ഈ ഗ്ലോബ് ലോഗോസ് വെക്കണേ എങ്ങനെയാണ്, പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും, ഇതൊക്കെ മെയിൻലി സെറ്റ് ചെയ്യണത് ഹെഡിൽ. അതെ, ഇപ്പൊ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗിന്റെ അകത്ത് ഇപ്പൊ HTML എന്നടിച്ചു കഴിഞ്ഞാൽ HTML ട്യൂട്ടോറിയൽ എന്നടിച്ചു കഴിഞ്ഞാൽ കണ്ട HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു. അപ്പൊ ബേസിക്കലി ഇതൊക്കെയാണ് മെയിൻലി വരുന്നത്.
ഹെഡ് പാർട്ടും ഉണ്ട് ബോഡി പാർട്ട്. ബോഡി പാർട്ടും ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് ടാഗ്സ് ഉള്ളതെന്ന് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് നോക്കാം. ഓക്കെ, സീ യു ഗൈസ്, ബൈ.